ആളുടെ കഥ ആള് തന്നെ പറയും. ആളുടെ കഥ എന്തിട്ട് പറയുന്നത്? കഥയല്ല, വണ്ടിയുടെ കേസ് പറഞ്ഞാൽ മതി. പെൺപിള്ളേര് വരുന്നേ, ഞാൻ ഉണ്ടോ കേട്ടാ. ഹായ്, ഇത് ഹോണ്ട അക്വാഡ് 2.4 എൻ്റെ വണ്ടിയിലാട്ടാ, പുള്ളിയുടെയാണ്. നല്ല സ്ഥലം, വുമൻസ് കോളേജിന്റെ നേരെ ഫ്രണ്ടില്. ഇത് ആസഫ് ബ്രോ, ഇതാളുടെ ഹോണ്ട അക്വാഡ് 2.4. അക്കോഡിന്റെ കേസ് പറയുമ്പോൾ അതിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്, കുറച്ച് ഹിസ്റ്ററി പറയണമല്ലോ. സെറ്റാക്കി തരാം. 1976 ഹോണ്ട അക്കോഡ് എന്ന് പറഞ്ഞ ബാഡ്ജിൽ വണ്ടി ഇറങ്ങുന്നത്. ഇതിൽ ഹാച്ച് ബാക്ക്, സെഡാൻ, സ്റ്റേഷൻ വാഗൻ, കൂപ്പെ പല ഷേപ്പ് ഉണ്ടായിരുന്നു. ഏറ്റവും ഫേമസ് സെഡാൻ ഷേപ്പാണ്. 1976 ഇറങ്ങിയ വണ്ടി നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത് 2001 അപ്പോഴേക്കും വണ്ടിയുടെ 6ാമത്തെ ജനറേഷൻ എത്തിണ്ടായി. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് 2001 6ാമത്തെ ജനറേഷൻ അക്കോഡാണ് നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒഫീഷ്യലി കിട്ടിയത്. ഈ ജനറേഷനിൽ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് 2.4 ലിറ്റർ പെട്രോൾ, മറ്റേത് 3 ലിറ്റർ V6. ഇതിലെ 2.4ന് ഏകദേശം 187 HP V6ന് 225 HP ആണ് കമ്പനി പറഞ്ഞത്. ഇന്ത്യയിൽ മൊത്തം നമുക്ക് 4 ജനറേഷൻ അക്കോഡ് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഫേസ് ലിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് 7th ജനറേഷനിലെ 2.4 ലിറ്റർ വരുന്ന അക്കോഡാണ്. ആളുടെ കഥ ആള് തന്നെ പറയും. ആളുടെ കഥ എന്തിട്ട് പറയുന്നത്? കഥയല്ല, വണ്ടിയുടെ കേസ് പറഞ്ഞാൽ മതി. എന്നെടുത്ത ബ്രോ വണ്ടി? കഴിഞ്ഞ ജനുവരിയിൽ എടുത്തതാണ് വണ്ടി. അതെ, എത്ര കൊടുത്ത്? 2.4. വേറെ വണ്ടി ഏതായിരുന്നു മുമ്പ്? അതിന് മുന്നേ സിറ്റി ആയിരുന്നു നമ്മുടെ. അത് കൊടുത്തെടുത്താ? അത് കൊടുത്ത ലാഭത്തിൽ എടുത്ത വണ്ടിയാണ്. എന്നിട്ട് ഇപ്പോ എന്താ അഭിപ്രായം? ലാഭമാണോ? ഭയങ്കര ലാഭം. പെട്രോളിന്റെ കേസ് വെച്ച് നോക്കുമ്പോ ബാക്കിയൊക്കെ ലാഭമാണ്. ലക്ഷറിയും മെയിൻ്റെനൻസ് ഒന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ എടുത്തപ്പോ എത്രയായി? ഇത് 2.4. അതിന് വർക്കൊക്കെ കഴിഞ്ഞപ്പോ എത്രയായി എമൗണ്ട്? വർക്ക് കഴിഞ്ഞ 1.5 കയറിണ്ടാവും വണ്ടി. പണ്ടൊക്കെ അവിടെ നിന്ന് പണിയെടുക്കണോ? ഇതാണ് മുതല്. അപ്പൊ എന്തെങ്കിലും കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്? ഇതാണ് ലെജൻഡറി K24. നമ്മള് ടേക്ക് മാറിയിട്ടുണ്ട്, കാൻഡന്റ് വെച്ചിട്ടുണ്ട്. എക്സോസ്റ്റ് കാറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഹെഡർ അടിക്കാണ്ട് കാറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് സ്ട്രൈറ്റ് ആണ്. നിങ്ങൾ തന്നെ നമ്മൾ തന്നെ വർക്കാ. ഓക്കെ. പ്ലസ് പോപ്സ് ആൻഡ് ബാങ്ക്സ് ഉണ്ട്. അതെങ്ങനെയാ? അത് എക്സ്ട്രാ ഫ്ലെയിം കിറ്റ് നമ്മുടെ തന്നെ ഒരു സാധനം ഉണ്ട്. അതെ, നമ്മുടെ തന്നെ മെയ്ഡ് ചെയ്യണം. ഫുള്ള് കൈപ്പണി തന്നെ. ഇനി എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു? ഇപ്പൊ അറ്റമുട്ടിക്കാണ്. ഇനിയില്ല, ഫണ്ടിറക്കാൻ ഇല്ല. പിന്നെ പെട്രോൾ അടിച്ചാണ് മെയിൻ ഫണ്ട് പോണ. അതിപ്പോ ഇത് ചെയ്ത് പിന്നെയാണോ മൈലേജ് പറഞ്ഞത്? ഇല്ല, മൈലേജ് ഡ്രോപ്പ് ഒന്നും കണ്ടിട്ടില്ല. കാറ്റില്ലല്ലോ. അപ്പൊ കാറ്റില്ലെങ്കിൽ മൈലേജ് കുറച്ച് ഷോർട്ട് ആവണ്ടത്. അങ്ങനെ ഫീൽ ചെയ്യല്ലേ? ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് പിന്നെ ഒന്നും ചെയ്യണ്ട. ഈ ഒരു ലെവലെല്ലാം കൊണ്ടുവന്നാൽ മതി. ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാത്തിനും. കുറെ ചെയ്ത് കഴിഞ്ഞാൽ ഓവറാവും. ഇത് നല്ല ഫാമിലി യൂസ് ആണ്. അടിപൊളിയാ. അപ്പൊ ബ്രോ എടുത്തപ്പോ എനിക്ക് കുറെ തന്നെ അറിയാം വണ്ടി മൊത്തം? അല്ലല്ല, എടുത്തപ്പോ പക്ക സ്റ്റോക്ക് വണ്ടി, സ്റ്റോക്ക് അലോയി, ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഒക്കെ ബാക്കിയൊക്കെ നമ്മുടെ വർക്ക് തന്നെ. അതെ, പെർഫോമൻസ് വൈസ് ഈ സ്റ്റേജ് വേണ്ട കാര്യങ്ങൾ. എയർ ഫിൽറ്റർ, എക്സോസ്റ്റ്, വേറെ ആസ്തെറ്റിക് ആയിട്ട് എന്തെങ്കിലും ആലോയിലൊക്കെ ഫ്രോട്ടാണ്. അതെ, സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിങ്സ് സിവിക്കിന്റെ അടുത്ത് കസ്റ്റം ആക്കിയിട്ട് ചെയ്തു. സ്യൂട്ടായില്ല. സിവിക്കിനായിട്ട് വീതിയുള്ള സ്ഥിതിക്ക് എന്തായാലും ലെങ്ത് കൂട്ടണമല്ലോ. അപ്പൊ എങ്ങനെയാ ആഡ് ചെയ്ത്? എങ്ങനെയാ? ഫൈബർ പാച്ച് ലെങ്ത് ആക്കി. പിന്നെ വിങ് കസ്റ്റമാണ്. കസ്റ്റം ചെയ്താ ഏതിന്റേത്? നമ്മള് ഫീസ്റ്റ് ഉണ്ടല്ലോ, ഫീസ്റ്റയുടെ ഒരു സ്പോർട്സ് വേരിയന്റ് ഉണ്ട്. അതിന്റെ ഒരു സ്പോയിലർ എടുത്ത് ഈ വണ്ടിക്ക് ഷൂട്ട് ആക്കിയതാണ്. ലെങ്ത്തും ഹൈറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കമ്പനി സെറ്റപ്പ്. ബിൽറ്റ് നോട്ട് ബോട്ട്. അതെ, ഉള്ളിൽ എക്സോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ നോക്കാം. ആസഫ് ബ്രോ, അടി കേട്ടാറുണ്ടോ എവിടെയൊക്കെ? പിന്നെ എനിക്ക് കാര്യം നാക്കില്ല സത്യം. മെയിൻ റോഡെത്താൻ ടൈം എടുക്കും. സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൂടെ പോകേണ്ടവര്. എന്റെ അമ്മേ, ഏത് മറ്റേ റെയിൽ സ്റ്റേഷന്റെ? അല്ലല്ല, പോലീസ് സ്റ്റേഷന്റെ വളച്ച്.
അടിച്ചാണ് മെയിൻ ഫണ്ട് പോണ ഒന്നല്ലേ ഇങ്ങനെ പോണേ ഇങ്ങനെ പോണേ. അമല എങ്ങനെ ഒരു സാധനം അവിടെ വെക്കണടാ കണ്ടാ എല്ലാം ഉണ്ടോ ഒട്ടിച്ച് വെക്കാൻ ടേപ്പ് ഉണ്ടോ ടേപ്പ് ഉണ്ട് ബോയ് എഞ്ചിനീയേഴ്സ് തന്നെ ചുമ്മാവാ ശരിയാവണല്ലോ. കൈമാറി ഓടിക്കാറുണ്ട് അത് ഇല്ല ഇല്ല ഞാൻ എൻ്റെ അപ്പൻ ആ അല്ലെങ്കിൽ എനിക്ക് ഓടിക്കാൻ ചോദിക്കാനാണ്. കിളി കിളി പാട്ട് വയ്ക്കണ്ട കേട്ടാ. പാട്ട് വെച്ച് മറ്റേ സാധനം അടിക്കും, കോപ്പി റൈറ്റ് അടിക്കും.